നമസ്കാരം. മനുഷ്യ മനസ്സിന്റെ മറ്റൊരു രസകരമായ അന്വേഷണത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ഇടയിലോ അല്ലെങ്കിൽ പരിചയത്തിലോ ഉള്ള ചില ദമ്പതികളെ നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവരെപ്പോഴും ഒരുമിച്ച് ഒരുപാട് യാത്രകൾ പോകാറുണ്ടാകും, ജീവിതത്തിൽ വളരെ സന്തോഷവാന്മാരുമായിരിക്കും. എന്നാൽ അവരുടെ സോഷ്യൽ മീഡിയ ഒന്ന് എടുത്തു നോക്കിയാലോ? അവിടെ അവരുടെ ചിത്രങ്ങളോ സന്തോഷങ്ങളോ ഒന്നും തന്നെ കാണാൻ കഴിയില്ല. മറ്റുള്ളവരൊക്കെ തങ്ങളുടെ പ്രണയം ലോകത്തെ കാണിക്കാൻ വേണ്ടി നിരന്തരം പോസ്റ്റുകൾ ഇടുമ്പോൾ ഇവരെന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ യാതൊരു വിവരവുമില്ലാതെ പൂർണ്ണമായും മറഞ്ഞിരിക്കുന്നത്? ശരി, നമുക്കിതിലേക്ക് നേരിട്ട് കടക്കാം. നിങ്ങൾ ചിലപ്പോൾ സ്വന്തം ജീവിതം സോഷ്യൽ മീഡിയയിൽ അധികം പങ്കുവെക്കാത്ത ഒരാളാണെങ്കിൽ, അയ്യോ ഞാൻ ചിത്രങ്ങളൊന്നും ഇടുന്നില്ലല്ലോ എന്നോർത്ത് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ചെറിയൊരു കുറ്റബോധം തോന്നിയിട്ടുണ്ടാകാം. നമ്മൾ കാണുന്ന ഈ നിശബ്ദരായ ദമ്പതികൾക്ക് പരസ്പരം അത്ര സ്നേഹമില്ലാത്തതുകൊണ്ടാണോ, അതോ അവരെന്തെങ്കിലുമൊക്കെ ഒളിക്കാൻ ശ്രമിക്കുന്നതുകൊണ്ടാണോ ഈ രീതിയിൽ ജീവിക്കുന്നത് എന്നൊരു വലിയ തെറ്റിദ്ധാരണ നമ്മുടെ സമൂഹത്തിലുണ്ട്. എന്നാൽ മനഃശാസ്ത്രം പറയുന്ന യാഥാർത്ഥ്യം കേട്ടാൽ നിങ്ങൾ ശരിക്കും അത്ഭുതപ്പെടും. സത്യം എന്താണെന്നോ? ശാസ്ത്രവും മനഃശാസ്ത്രവും തെളിയിക്കുന്നത് സമൂഹം വിശ്വസിക്കുന്നതിന്റെ നേരെ വിപരീതമായ കാര്യമാണ്. അതെ, ഏറ്റവും സന്തോഷമുള്ള ദമ്പതികൾ തങ്ങളുടെ ജീവിതം പൂർണ്ണമായും സ്വകാര്യമായി വയ്ക്കാൻ ബോധപൂർവം ആഗ്രഹിക്കുന്നവരാണ്. ഈ വിശകലനത്തിലൂടെ ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നതും ഈ ഒരു വലിയ യാഥാർത്ഥ്യത്തെക്കുറിച്ചാണ്. ഇതിൽ ഒന്നാമത്തെ കാര്യം നോക്കാം: നിശബ്ദരായ ദമ്പതികളെക്കുറിച്ചുള്ള മിഥ്യാധാരണ. നമ്മുടെ സമൂഹം എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഒരു ബന്ധത്തിലെ സ്വകാര്യതയെ സമൂഹം കാണുന്നത് ഒരു വലിയ പോരായ്മയായിട്ടാണ്. അവർ പഴയ ചിന്താഗതിക്കാരാണെന്നോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ജീവിക്കാൻ അറിയാത്തവരാണെന്നൊക്കെ ആളുകൾ കരുതിയേക്കാം. എന്നാൽ മനഃശാസ്ത്രം ഇതിനെ ഒരു പോരായ്മയായി അല്ല കാണുന്നത്, മറിച്ച് അതൊരു വലിയ കരുത്തായിട്ടാണ്. നിങ്ങൾക്ക് വലിയൊരു ഡിജിറ്റൽ ഫുട്പ്രിന്റ് ഇല്ല എന്നത് നിങ്ങളുടെ ബന്ധം തകർച്ചയിലാണെന്നതിന്റെ ലക്ഷണമല്ല എന്ന് ഞാൻ നിങ്ങൾക്ക് 100% ഉറപ്പു നൽകുന്നു. ഇനി നമുക്ക് രണ്ടാമത്തെ പോയിന്റിലേക്ക് വരാം: സ്വകാര്യതയോടുള്ള വലിയ താൽപ്പര്യം. സ്വന്തം ജീവിതത്തിൽ മറ്റുള്ളവർ എന്ത് കാണണം, എന്ത് ചിന്തിക്കണം എന്നതിനെക്കുറിച്ച് അവർക്ക് കൃത്യമായ നിയന്ത്രണം ആവശ്യമാണ്. ഹൈ പ്രൈവസി ഓറിയന്റേഷൻ എന്നൊക്കെ കേൾക്കുമ്പോൾ ഇവരെ നമ്മൾ ഒരിക്കലും ആന്റി സോഷ്യലായ ആളുകളായി തെറ്റിദ്ധരിക്കരുത് കേട്ടോ. അവർ മറ്റുള്ളവരിൽ നിന്ന് അകന്നു നിൽക്കുകയല്ല, മറ്റുള്ളവർ ലൈക്കുകളിലൂടെയും കമന്റുകളിലൂടെയും തങ്ങളുടെ ബന്ധത്തിന് അംഗീകാരം നൽകണമെന്ന് അവർ ആഗ്രഹിക്കുന്നില്ല എന്ന് മാത്രം. അവർക്ക് സ്വന്തം അംഗീകാരം അഥവാ സെൽഫ് വാലിഡേഷൻ മാത്രം മതിയാകും. ഈ ഒരു കാര്യമൊന്ന് ആലോചിച്ചു നോക്കൂ. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി സ്വന്തം ജീവിതത്തെ ഒരു പരസ്യപലകയാക്കാതിരിക്കാൻ തീരുമാനിക്കുന്നത് യഥാർത്ഥത്തിൽ അവർക്കുള്ളിലെ ഒരിക്കലും തകർക്കാനാവാത്ത വലിയൊരു സുരക്ഷിതത്വത്തിന്റെ അടയാളമാണ്. പരസ്യമായ പ്രകടനങ്ങളെക്കാൾ അവരെപ്പോഴും സ്വകാര്യമായ യഥാർത്ഥ ബന്ധത്തിനാണ് പ്രാധാന്യം നൽകുന്നത്. അടുത്തതായി മൂന്നാമത്തെ കാര്യം: വൈകാരിക സുരക്ഷിതത്വം. ഇതിനെ ശരിക്കും അത്ഭുതപ്പെടുത്തിയൊരു കാര്യമാണ്. തങ്ങളെപ്പോഴും ഒരുമിച്ചാണ് എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താൻ ഇവർക്ക് തങ്ങളുടെ കൂടെയുള്ള ചിത്രങ്ങളോ സെൽഫികളോ എപ്പോഴും പോസ്റ്റ് ചെയ്യേണ്ട യാതൊരു ആവശ്യവും തോന്നുന്നില്ല. അവരിതിനകം തന്നെ വൈകാരികമായി പൂർണ്ണതയുള്ളവരാണ്. അതുകൊണ്ട് മറ്റുള്ളവരുടെ മുൻപിൽ സ്നേഹം തെളിയിച്ചു നടക്കേണ്ട കാര്യമില്ല എന്ന് അവർ ഉറച്ചു വിശ്വസിക്കുന്നു. സോഷ്യൽ മീഡിയയിലെ ലൈക്കുകൾ കുറയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഉത്കണ്ഠ നമ്മളിൽ പലർക്കും അറിയാമല്ലോ. എന്നാൽ ഇത്തരത്തിലുള്ള വൈകാരിക സന്തുലിതാവസ്ഥയുള്ള ആളുകൾക്ക് ഒരു വലിയ ഗുണമുണ്ട്. മതിയായ അംഗീകാരം ലഭിക്കുന്നില്ല എന്നോർത്ത് ഇന്നത്തെ കാലത്ത് പലരും അനുഭവിക്കുന്ന ഉത്കണ്ഠകളോ മാനസിക പ്രശ്നങ്ങളോ ഇവർക്ക് പൂർണ്ണമായും ഒഴിവാക്കാൻ സാധിക്കുന്നു. അവർ ലൈക്കുകൾക്കു വേണ്ടി ഒരിക്കലും കാത്തിരിക്കുന്നതേയില്ല. ഇനി നാലാമത്തെ കാര്യത്തിലേക്ക് കടക്കാം: സ്വന്തം നിലവാരത്തിലുള്ള വിലയിരുത്തൽ. എന്നുവച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമിതാണ്: തങ്ങളുടെ പ്രണയബന്ധം മികച്ചതാണോ എന്നവർ വിലയിരുത്തുന്നത് തങ്ങളുടെ തന്നെ സ്വന്തം മാനദണ്ഡങ്ങൾ വെച്ചാണ്. സമൂഹമോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലെ ആൽഗരിതമോ ഒരു നല്ല ബന്ധം എങ്ങനെയായിരിക്കണമെന്ന് തീരുമാനിക്കുന്നത് അവർ പൂർണ്ണമായും അവഗണിക്കുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പരസ്പരം എന്തു തോന്നുന്നു എന്നത് മാത്രമാണ് ഏറ്റവും പ്രധാനം. നമ്മൾ എപ്പോഴും കാണുന്നൊരു കാര്യമില്ലേ? രണ്ടുപേർ ഒരുമിച്ചൊരു കോഫി കുടിക്കാൻ പോകുമ്പോൾ സോഷ്യൽ മീഡിയയിലിടാൻ വേണ്ടി ഏറ്റവും മികച്ചൊരു ഫോട്ടോ എടുക്കാനായി ആ മനോഹരമായ നിമിഷം പലരും പാഴാക്കാറുണ്ട്. എന്നാൽ ഇവരങ്ങനെയല്ല. പൂർണ്ണമായും അവിടെ സന്നിഹിതരായിരുന്ന് ആ നിമിഷം പരസ്പരം സംസാരിച്ച് ആസ്വദിക്കാനാണ് ഇവരെപ്പോഴും തെരഞ്ഞെടുക്കുന്നത്. വെറും ഓൺലൈൻ ലൈക്കുകളേക്കാൾ അവർ യഥാർത്ഥ ജീവിതത്തിലെ ആഴത്തിലുള്ള സംഭാഷണങ്ങൾക്ക് വില കൽപ്പിക്കുന്നു. അഞ്ചാമത്തെ കാര്യം: ഡിജിറ്റൽ മായയെ ഒഴിവാക്കൽ. സോഷ്യൽ കമ്പാരിസൺ തിയറി നമ്മളിൽ പലരും അറിയാതെ ചെയ്തു പോകുന്ന ഒന്നാണിത്. എന്നാൽ സുരക്ഷിതരായ ദമ്പതികൾക്ക് സോഷ്യൽ മീഡിയയിലെ വലിയൊരു മായയെക്കുറിച്ച് വളരെ കൃത്യമായ ബോധ്യമുണ്ട്. സോഷ്യൽ മീഡിയയിൽ ആളുകൾ എപ്പോഴും അവരുടെ ഏറ്റവും നല്ല നിമിഷങ്ങൾ, അതായത് ഹൈലൈറ്റ് റീലുകൾ മാത്രമാണ് പങ്കുവെക്കുന്നതെന്ന് അവർക്കറിയാം.
അതുകൊണ്ട് തന്നെ തങ്ങളുടെ യഥാർത്ഥ ജീവിതത്തെ മറ്റുള്ളവരുടെ ഈ കള്ളവായ സന്തോഷങ്ങളുമായി താരതമ്യം ചെയ്യുന്ന പ്രവണതയിൽ നിന്ന് അവർ പൂർണ്ണമായും വിട്ടുനിൽക്കുന്നു. കാരണം ഇതൊരു അവസാനമില്ലാത്ത ഓട്ടമാണ്, അല്ലേ? മറ്റുള്ളവരുടെ പോസ്റ്റുകൾ കണ്ട് അസൂയപ്പെടാനും അതിനേക്കാൾ മികച്ചത് പോസ്റ്റ് ചെയ്യാനും ശ്രമിക്കുന്നത് അനന്തമായൊരു താരതമ്യ ചക്രത്തിലേക്ക് നമ്മളെ വലിച്ചിഴക്കും. ഇത് ഒഴിവാക്കുന്നതിലൂടെ തങ്ങളുടെ പ്രണയബന്ധത്തിലെ യഥാർത്ഥ സമാധാനവും സന്തോഷവും അവർക്ക് യാതൊരു കോട്ടവും തട്ടാതെ നിലനിർത്താൻ സാധിക്കുന്നു. അപ്പോൾ എന്താണ് ഈ സെൽഫ് കോൺസെപ്റ്റ് ക്ലാരിറ്റി? തങ്ങൾ ആരാണെന്നതിനെക്കുറിച്ചും തങ്ങളുടെ പങ്കാളി ആരാണെന്നതിനെക്കുറിച്ചും ഇവർക്ക് വളരെ കൃത്യമായ ധാരണയുണ്ടായിരിക്കും. മറ്റുള്ളവരുടെ ഒരു അംഗീകാരവും ഇല്ലാതെ തന്നെ തങ്ങളുടെ പ്രധാന മൂല്യങ്ങൾ എന്തൊക്കെയാണ്, ബന്ധത്തിലെ യഥാർത്ഥ ലക്ഷ്യങ്ങൾ എന്താണ്, വ്യക്തിപരമായ ആഗ്രഹങ്ങൾ എന്താണ് എന്നൊക്കെ അവർക്ക് 100% ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഈ ഓൺലൈൻ ട്രെൻഡുകൾക്ക് പിന്നാലെ പോകുന്നതൊന്നും അവർക്ക് യാതൊരു ആവശ്യവുമില്ലാത്ത കാര്യങ്ങളാണ്. ആറാമത്തെയും അവസാനത്തെയും കാര്യം, ആത്മവിശ്വാസത്തിന് കാണികൾ ആവശ്യമില്ല. ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം കൂടി ഉറപ്പു നൽകാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ സ്നേഹം മറ്റുള്ളവരെ കാണിച്ചാത്തതിന്റെ പേരിൽ ഒരിക്കലും അതൊരു വലിയ കുറവായി കാണേണ്ടതില്ല. കാരണം നിങ്ങളൊരു സ്വകാര്യമായ പ്രണയം ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനർത്ഥം നിങ്ങൾ മറ്റുള്ളവരെക്കാൾ ഉയർന്ന വൈകാരിക ബുദ്ധിയുള്ളവരും സ്വയം അവബോധമുള്ളവരും പരസ്പരം ആഴത്തിൽ സ്നേഹിക്കുന്നവരുമാണ് എന്നാണ്. ഇത് ശരിക്കും വലിയൊരു കാര്യമാണ് കേട്ടോ. ഈ മനോഹരമായ വരികൾ എപ്പോഴും ഓർക്കുക. യഥാർത്ഥ ആത്മവിശ്വാസത്തിന് കാണികളുടെ ആവശ്യമില്ല. അത്രയുള്ളൂ കാര്യം. മറ്റുള്ളവരുടെ മുൻപിൽ കാണപ്പെടാൻ വേണ്ടി നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ തുറന്നു കാണിക്കേണ്ട ആവശ്യമില്ല. സ്വന്തം സ്നേഹം ലോകത്തെ ബോധ്യപ്പെടുത്താൻ ക്യാമറകൾക്ക് മുന്നിൽ ജീവിക്കേണ്ടതില്ല എന്ന തിരിച്ചറിവാണ് യഥാർത്ഥ ആത്മവിശ്വാസം. ഒരു നിശബ്ദമായ പ്രണയബന്ധം ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ഇതൊരു വലിയ ആശ്വാസമല്ലേ? അതുകൊണ്ട് ഈയൊരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. നിങ്ങൾ ജീവിക്കുന്നത് ക്യാമറയ്ക്ക് വേണ്ടിയാണോ അതോ പരസ്പരം രണ്ടുപേർക്കും വേണ്ടിയാണോ? ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. മനുഷ്യന്റെ പെരുമാറ്റങ്ങൾക്കു പിന്നിലെ ഇത്തരം മറഞ്ഞിരിക്കുന്ന മനഃശാസ്ത്ര സത്യങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാനും മനുഷ്യ മനസ്സിനെ കൃത്യമായി ഡീകോഡ് ചെയ്യുന്ന നമ്മുടെ ഈ യാത്രയിൽ പങ്കുചേരാനും ഈ വിശകലനം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഈ അറിവുകൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്തു കൊടുക്കുക. ഒപ്പം തന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു കിടിലൻ വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം.